ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 3 ആണ്. ഇന്ന് 8 മുതൽ 8, 9, 10 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എ പാരലോഗ്രാം ഈസ് ഡ്രോൺ വിത്ത് ലെങ്ത് ഓഫ് അഡ്ജസൻറ്റ് സൈഡ് 10 cm and 6 cm ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 degree. Find the distance between the top and bottom side of the parallelogram. Calculate the area of the parallelogram. മനസ്സിലാക്കാണല്ലോ എന്താണ് ഇനി പറഞ്ഞിരിക്കുന്നത്? എന്താണ് സമീപവശങ്ങളുടെ നീളം 10 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററും അവയുടെ കോണങ്ങളവ 60 ഡിഗ്രിയും ആവുന്ന രീതിയിൽ ഒരു സാമാന്തര്യം വരച്ചിരിക്കുന്നു. താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കാണുക. സാമാന്തര്യത്തിന്റെ പരപ്പളവ് കാണുക. ഇവിടെ നോക്കിക്കേ, ചിത്രമുണ്ട്. അപ്പം adjacent sides 6 10 ആംഗിൾ ബിറ്റ്വീൻ ദം 60. അപ്പം ഈ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പം ആ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ഇവിടെ 60 ആകുമ്പോൾ ഇത് 90, ഇവിടെ ആകുമ്പോൾ 30 വരും അല്ലേ? അപ്പം 30 60 90 പേര് കൊടുക്കാം. എ ബി സി ഡി, ഇതിന് എന്ന് പേര് കൊടുക്കാം. ഇത് 10 സെൻറ്റിമീറ്റർ. അപ്പം 30 60 90 ട്രയാങ്കിൾ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 30 60 90 വരും. റേഷ്യോ ഓഫ് ദ സൈഡ് 1:√3:2 അല്ലേ? അപ്പോൾ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എന്താണ്? ഡി അല്ലേ? ഇവിടെ ഡി ആണ് അല്ലേ? പിന്നെ 30യുടെ ഓപ്പോസിറ്റ് ആണ് എ. 90യുടെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? എ ഡി. അപ്പോൾ അത് തന്നിട്ടുണ്ടല്ലേ? എ ഈസ് ടു ഡി ഈസ് ടു എന്താണ്? എ ഡിയുടെ ലെങ്ത് 6 തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഇപ്പം എന്താണ് ഡി കാണണം അല്ലേ? ഡി എങ്ങനെ കാണും നോക്കിക്കേ. ഇവിടെ വേറെ വല്ല മെഷറും തന്നിട്ടുണ്ടോ? അപ്പം ഇവിടെ 2 ആണെങ്കിൽ ഇത് 1 ആണ് അല്ലേ? അപ്പോൾ എയുടെ നീളം എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ 2 6 ആണ്. അപ്പോൾ 1 എത്രയായിരിക്കും? 2 × 3 6, 1 × 3 3. അപ്പോൾ ഇവിടെ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടും. അപ്പോൾ 3√3:6. അപ്പം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഡിയുടെ മെഷർ എത്ര? ഡി ഈസ് ഈക്വൽ ടു 3√3. ഡി ഈസ് ഈക്വൽ ടു 3√3 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തത് ഏരിയ. ഏരിയ ഈക്വൽസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏതാണ്? 10. അതിൻ്റെ കൂടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡി. ഡി നമുക്കിപ്പോൾ കിട്ടി എത്ര? 3√3. 10 × 3√3 ഈക്വൽസ് 30. 10 × 3 is 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അല്ലേ? അപ്പോൾ എട്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ 2 പാർട്ടുണ്ട്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് 2ൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇത് മാറ്റി എഴുതാം. ഇത് ഇപ്പുറത്തോട്ട് എഴുതാം. ഡി ഈസ് ഈക്വൽ ടു 3√3. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ചോദ്യം. 2 vertices of an equilateral triangle are 0 0 and 10 0. Find the length of one side of the triangle. Find the height of the triangle. Find the coordinates of the third vertex. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ 2 മൂലകൾ 0 0 10 0 എന്നീ ബിന്ദുക്കളാണ്. ഈ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണുക. ത്രികോണത്തിൻ്റെ ഉയരം കാണുക. മൂന്നാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ കാണും. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോഴേ ഇവിടെ നോക്കിയോ, O എന്ന് പറയുന്നത് ഇവിടെ 0 0 ആണല്ലേ? നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ ഇത് ഹൈറ്റായിട്ട് വരും. നമുക്ക് എന്താ ചോദിച്ചിരിക്കുക? ഫൈൻഡ് ഇവിടെ 0 0. അപ്പോൾ 0 0 to 10 0 നോക്കിക്കേ. 0 0 to 10 0. What is the distance? 10 units. Distance equals
10 യൂണിറ്റ്സ്. അപ്പോൾ ഇത് പകുതി പകുതിയായിട്ട് വരത്തില്ല, 5 5. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ ഇങ്ങോട്ടങ്ങ് എടുത്ത് വരച്ചാലോ? ഇവിടെ എന്താണ് 0 0 O ആണ് കൊടുത്തിരിക്കുന്നത്. 5 ഇവിടെ നമുക്ക് പേര് കൊടുക്കാം, ഇവിടെ D കൊടുക്കാം, D 5 ഇവിടെ O ആയിട്ട് കിടക്കട്ടെ. ഇവിടെ O A B ഇവിടെ D കൊടുക്കാം, OAD. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഓൾ ദ 3 sides are equal and each angle 60 degree. അപ്പോൾ ഇവിടെ 60 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 അല്ലേ? അപ്പോൾ 30 60 90 ട്രയാങ്കിൾ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3 അല്ല x 1:√3:2. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ 5, അപ്പം 30യുടെ ഓപ്പോസിറ്റ് OD ഈസ് ടു 60യുടെ ഓപ്പോസിറ്റ് AD ഈസ് ടു 90യുടെ ഓപ്പോസിറ്റ് OA. ഇതാണ് 1:√3:2 എന്ന് പറയുന്നത്. അപ്പോൾ OD നമുക്കറിയാം എത്ര? OD 5 ആണ് അല്ലേ? OD 5 ആണ്. അപ്പം 1 എന്ന് പറയുന്ന 5. അപ്പോൾ ഇതെന്തായിട്ട് വരും? 5 5√3 5 × 2 10. അപ്പോൾ ഇതിനെല്ലാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5√3 5 × 2 10. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടിയില്ലേ? അപ്പം AD ആണ് ഹൈറ്റ്, ഇത് ഹൈറ്റ് ആണ്. അപ്പം ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ H = 5√3. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് രണ്ടാമത്തെ, ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നീളമാണ് നമുക്ക് കിട്ടിയത് 10 എന്നതാണ്ടേ. ഇത് എയുടെ ആൻസർ, ഇത് ബിയുടെ ആൻസർ 5√3, ഇത് 10 ആദ്യത്തെ ആൻസർ. ഇനി സി കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ അറിയണം അല്ലേ? അപ്പം ഇവിടെ നോക്കിക്കേ, ഇത് 5, ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച 5√3. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 5 5√3 ആയിരിക്കും അല്ലേ? 5 5√3 ഇതാണ്. ദിസ് ഈസ് പാരലൽ ടു y ആക്സിസ്, ദിസ് ലൈൻ പാരലൽ ടു x ആക്സിസ്. 5 5√3. അപ്പം കോർഡിനേറ്റ്സ് എന്താണ്? 5 5√3. ഓക്കെ. 10ാമത്തെ ചോദ്യം, എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ പാസസ് ത്രൂ ദ പോയിന്റ് 4 3. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വെയർ ദിസ് സർക്കിൾ കട്ട് ദ y ആക്സിസ്. അപ്പം ഈ ചോദ്യം എന്താണ് പറയുന്നത് നോക്കിക്കേ. ആധാരബിന്ദു കേന്ദ്രമായ ഒരു വൃത്തം 4 3 എന്ന ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. വൃത്തത്തിന്റെ ആരം എത്ര? ഈ വൃത്തം y അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പം നമുക്ക് ചിത്രമുണ്ട്. ചിത്രത്തിൽ ഇനിയും കൺസ്ട്രക്ഷൻ നടത്താനുണ്ട്. എന്താണ്? സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ പാസസ് ത്രൂ ദ പോയിന്റ് 4 3. അപ്പം ഇത് 4 3 എന്ന് എടുക്കാം. ത്രൂ ദ പോയിന്റ് 4 3. അപ്പോൾ റേഡിയസ്, അപ്പോൾ ഒന്നാമത്തത് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഡിസ്റ്റൻസിലെ റേഡിയസ് ഈക്വൽസ് റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. 4 - 0 the whole square plus 3 - 0 whole square equals root of 4 - 4 square, that is 16 plus 9 root 25 equals 5. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയി എന്താണ്? റേഡിയസ് 5, ഇത് 5 എന്ന് കിട്ടി. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ദ പോയിന്റ്സ് വെയർ ദിസ് സർക്കിൾ കട്ട് ദ y ആക്സിസ്. y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണ്? സർക്കിളിൻ്റെ ഫോർമുലയിൽ നമുക്ക് കൊടുക്കാം. y ആക്സിസ് ആണെങ്കിൽ x 0 ആയിരിക്കും അല്ലേ? y ആക്സിസിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y0 x ആക്സിസ്. അപ്പോൾ സർക്കിളിൻ്റെ ഫോർമുല എന്താണ്? സർക്കിളിൻ്റെ ഫോർമുല x - a the whole square plus
y minus b the whole square equals r square. അതായത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എയും ബി എന്താണ് 0 0 അല്ലേ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ റേഡിയസ് എത്ര 5 സ്ക്വയർ ദാറ്റ് ഈസ് 25 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് വൈ ആക്സിസ് ആകുമ്പം എക്സ് എന്തായിരിക്കും 0 ആയിരിക്കും. ഇൻ വൈ ആക്സിസ് x is equal to 0. In y axis x is equal to 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ 0 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25, y is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടും. അപ്പം നമ്മുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതി കൂടെ എന്താണ് 0 5 എന്നും 0 -5 എന്നും എഴുതാം. കിട്ടിയല്ലോ ആൻസർ. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പം 3 ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.